ഇതെവിടെയായിരുന്നു സാർ ഇത്ര നേരം? ഇനി തപ്പാ തലം ബാക്കിയൊന്നുമില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ മലയാളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ മുഖം ഒടുവിൽ എത്തി നിൽക്കുകയാണ്. ആ മുഖം കുറച്ച് നാളായിട്ട് മലയാളികൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൂടെയുള്ളത് ഐശ്വര്യ രാധലക്ഷ്മി. നമസ്കാരം. കിട്ടേണ്ടതൊക്കെ കിട്ടി. ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യാന്ന് വെച്ചാൽ. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. അതിൽ ഒരു ശരിയുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ കുറച്ചുകൂടി അത് വിവാദപരമാവും എന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ടുണ്ടായി? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമോ അലിഗേഷനോ ഒരു കോൺട്രവേഴ്സിയിലോ പബ്ലിസിറ്റിക്കാണ് താല്പര്യമെങ്കിൽ ഇതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ. ഐശ്വര്യ രാധലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ? ശരിപക്ഷത്താണ്, കംപ്ലീറ്റ് ആയിട്ട് ശരിപക്ഷത്തായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഷിംജിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ്? ഷിംജിതയുടെ പക്ഷം ചേർന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഈ പറയുന്ന ഗാർഹിക പീഡനമോ നമ്മളുടെ നിയമം ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അതിൽ മരണപ്പെടുന്നതും. പീഡനം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഫിസിക്കലി മാത്രമാണോ, അത് മാനസികമായിട്ട് കിട്ടുന്നതും പീഡനം തന്നെയല്ലേ? ആണ്, തീർച്ചയായിട്ടും. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് അത്രത്തോളം ആൾ പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ല ഇല്ല. പിന്നെ എന്തായിരിക്കും കാരണം? നാട്ടുകാർക്ക് ഇയാളെ കുറിച്ച് അറിയില്ല. ഒരു ഇൻട്രോവേർട്ട് ആണ്. ഇയാളെ കുറിച്ച് കൃത്യമായി പറയാൻ ആർക്കും ഇല്ല. പക്ഷെ അയാളൊരു ഒതുങ്ങിയ മനുഷ്യനാന്ന് പറഞ്ഞു. ഒതുങ്ങിയ എത്രയോ മനുഷ്യന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? എല്ലാ ഒരുമാതിരിപ്പെട്ട അബ്യൂസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാര് ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ്. ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരിചയപ്പെടുന്നു, ഹലോ ഹായ് പറയുന്നു, പോകുന്നു. എനിക്ക് അതിനപ്പത്തേക്ക് ശ്രീലക്ഷ്മി അറിയില്ല. ശ്രീലക്ഷ്മിയുടെ എല്ലാ റൈറ്റിംഗും എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഷ ഞാൻ ഉപയോഗിക്കില്ല. ആ കുട്ടീനെ എത്ര പേരാണ് തന്തയില്ലാത്തതെന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. എന്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. ഷിംജിത് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ കുറ്റം ചെയ്തതിന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ആൾ പിന്നെ ഇതിനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്.